ഇന്നലെ നമ്മൾ വിറ്റ ടിക്കറ്റിനെ കൊള്ളാവുന്ന ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട്. കൊള്ളാവുന്ന സമ്മാനം എന്ന് പറഞ്ഞ 5000? 5000 ഒന്നും അല്ല. ദുബായ് മാമൻ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു സമ്മാനം ഇതുവരെ അടിച്ചിട്ടില്ല. 5 ലക്ഷം. ആണോ? നമ്മള് പോരുമ്പോ പുഴയോരം വീട്ടിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അനിയൻ സാറിനെ കുറിച്ച്. അനിയൻ സാറിന്റെ മോളായി കുട്ടി. കുട്ടി ലോട്ടറി വിൽക്കുന്നോ? ഞാനിതൊരു കുറച്ചിലായിട്ടൊന്നും കാണുന്നില്ല. എന്റെ അച്ഛൻ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാ. അച്ഛനെ എങ്ങനെയും ജയിലിൽ നിന്ന് ഇറക്കിയേ പറ്റൂ. നന്നായി മോളെ. അനിയൻ സാറിന്റെ രക്തമായതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. ഉയർച്ച വരുമ്പോ അഹങ്കരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വീണു പോകുമ്പോ അളവ് വിട്ട് സങ്കടപ്പെടണമെന്നും തോന്നിയിട്ടില്ല. ദൈവം ഉണ്ടല്ലോ നമ്മള് വീണ കൈപിടിച്ച് നടത്തിക്കാൻ. ശരിയാ മോളെ. എന്തായാലും 1-2 ടിക്കറ്റ് കൂടി എനിക്ക് തന്നേക്ക്. അയ്യോ, അതൊന്നും വേണ്ട. കുഴപ്പമില്ല കുട്ടി, ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു ശീലമൊക്കെ ഉണ്ട്. ദാ നീ ഇത് വെച്ചോ. എനിക്ക് ഒരു ടിക്കറ്റ് തന്നേര്. വളരെ നന്ദിയുണ്ട് കേട്ടോ. മോളിനി സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കച്ചവടത്തിന്റെ അവസ്ഥ കൂടി നോക്കണം. ഇവിടെ കൊള്ളാങ്കില് ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു സ്ഥലം. ഓട്ടപ്പാച്ചിലല്ലേ, നമുക്കൊന്നും തീർച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ. ശരി മോളെ, ബാ. എങ്ങനെ ജീവിക്കേണ്ട കൊച്ചായപ്പോ കണ്ടില്ലേ മനുഷ്യന്റെ ഒരു അവസ്ഥ. അനിയൻ സാറിന്റെ കുടുംബക്കാരെല്ലാരും കൂടി അനിയൻ സാറിനെ ചതിച്ചതാണോ? ചോദിക്കാനും പറയാനും ആരും ഇല്ലാതെ പോയി. എന്ത് ചെയ്യാനാ? ഗോപാലമ്മ, മോളെ എവിടാ നീ? ഞാനിവിടെ നാഗക്ഷേത്രത്തിന്റെ പരിസരത്തുണ്ട്. ഇവിടെ കച്ചവടം വലിയ കുഴപ്പമൊന്നുമില്ല. കയ്യിലുള്ള ടിക്കറ്റൊക്കെ തീരാറായിട്ടുണ്ട്. ബാക്കിയുള്ളത് കൈ തന്നെ വെക്ക്. മോള് പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വന്നേ. എന്തു പറ്റി? വേഗം ഇങ്ങോട്ട് വാ മോളെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയ്ക്ക് വയ്യാഴിക്കോ മറ്റോ? അതൊന്നുമല്ല, മോളിക്കുട്ടി ഇവിടെ ഉണ്ട്. മോള് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഈശ്വരാ, മോളിക്കുട്ടി, എന്താ എന്താ? ദുബായ് മാമ അവളുടെ വരവ് കണ്ടോ? പേടിച്ചരണ്ട്. ചോദിച്ചതിന് സമാധാനം പറയാതെയാ ഗോപാലമ്മ ഫോണ് കട്ട് ചെയ്തത്. അവിടുന്ന് ഓടി പിടച്ച് വരിക ഞാൻ. അമ്മ എവിടെ? തങ്ക അവിടെ ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട്. മോൾ ആദ്യം ഒന്ന് സമാധാനപ്പെട്. ഒരു കാര്യം പറയാനുണ്ട്. അനിയൻ സാറിനെ നമ്മളെ ഒന്നും ദൈവം അങ്ങനെ കൈവിടില്ല മോളെ. ഇന്നലെ നമ്മൾ വിറ്റ ടിക്കറ്റിനെ കൊള്ളാവുന്ന ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട്. കൊള്ളാവുന്ന സമ്മാനം എന്ന് പറഞ്ഞ 5000? 5000 ഒന്നും അല്ല. ദുബായ് മാമൻ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു സമ്മാനം ഇതുവരെ അടിച്ചിട്ടില്ല. 5 ലക്ഷം. ആണോ? ശരിക്കും പറയുന്നതാണോ? വെറുതെ എന്നെ കളിപ്പിക്കല്ലേ. അതെ അതെ മാമ. അപ്പോ ഇതിന്റെ കമ്മീഷൻ നമുക്ക് കിട്ടുമല്ലേ? അതൊരു 50,000 രൂപ കാണില്ലേ? അങ്ങനെയല്ലേ? കമ്മീഷൻ 50,000 രൂപ തന്നെയാ. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അതെന്താ? എന്റെ കൃഷ്ണമോളെ, ഇന്നലെ നമ്മുടെ കുറച്ച് ടിക്കറ്റ് ബാക്കിയായിരുന്നില്ലേ വിറ്റുപോകാതെ? ആ മിച്ചം വന്ന ടിക്കറ്റിനാ സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഇതിന് നോക്കട്ടെ. കൃഷ്ണേ, മോളിക്കുട്ടി, ഇതിലും നന്നായിട്ട് എങ്ങനെ ദൈവം അനുഗ്രഹിക്കണ്ടേ?
ഇനി ഞാൻ എങ്ങനെ ദൈവത്തിനോട് പരാതി പറയാ? നീ വിളിച്ച് പ്രാർത്ഥിച്ചതിന്, ഗോപാലമാമ വിളിച്ചതിന്, എന്റെ അമ്മ, ഞാൻ, സുനന്ദേച്ചി, എല്ലാവരും നെഞ്ചു പൊട്ടി വിളിച്ചതിന്, അതിനുള്ള ബലല്ലേ ഈശ്വരൻ തന്നിരിക്കുന്നത്? മോളെ, ഇന്ന് തന്നെ പോയി വക്കീലിനെ കാണണം. ഇത് മാറ്റിയെടുത്താലേ അയാൾക്ക് കൊടുക്കാനുള്ള പണമായി. പിന്നെ കുറച്ച് നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ. തൽക്കാലം കേസ് നടത്തിക്കൊണ്ടുപോകാൻ അത് മതി. കേസ് നടക്കട്ടെ, അനിയൻ സാറ് പുറത്തിറങ്ങട്ടെ. എന്നിട്ട് നമുക്കൊരിറക്കം ഇറങ്ങണം സാറിന്റെ കൂടെ. ഗോപാലമാമ എന്റെ അമ്മയുടെയും ജീവിതത്തിലേക്ക് ഒരു ഭാഗ്യം പോലെ കയറി വന്നതാ ഗോപാലമാമൻ. അന്ന് കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് കാണിച്ച് ഗോപാലമാമൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ദിവസം കയ്യിലിരിക്കുന്ന ഈ കടലാസ് കഷ്ണങ്ങള് ചിലപ്പോ ഒന്ന് ഞെട്ടിക്കൊന്ന്. ഇപ്പതേ ശരിക്കും ഞെട്ടിച്ചു, ശരിക്കും. കരയില്ലേടി മോളെ. അനിയൻ സാറിന്റെ മോള് കരഞ്ഞാലേ ദൈവം തന്നെ കൈ ഉയർത്തും ആ കണ്ണീരൊപ്പാൻ. അതിന്റെ തെളിവായത്. ഡ്രൈവർ, വണ്ടി നിർത്ത്. മോളെ,